എടി ഞാനൊരു ആശയക്കുഴപ്പത്തിലാ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ശരിയല്ലേ? അപ്പുറത്തെ വീട്ടിൽ വഴക്ക് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടെന്ന്. സത്യം പറ, അപ്പുറത്തെ വീട്ടിൽ ആശയായിട്ട് എന്താ കുഴപ്പം? എടി കമലു, ആശയ്ക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനൊരു സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന് എനിക്കൊരു ത്രെഡ് കിട്ടണം. ആ ആശയക്കുഴപ്പമാണ്. ഒരു ത്രെഡ്. ഈശ്വര, ദൈവം എന്റെ ഭാര്യയെ സൃഷ്ടിച്ചു. അവക്ക് നല്ല സൗന്ദര്യവും കൊടുത്തു, നല്ല വണ്ണവും കൊടുത്തു, നല്ല പൊക്കവും കൊടുത്തു. പക്ഷെ ഒരു വരം മാത്രം കൊടുത്തില്ല. എന്ത് വരം? വരം. എടി കമലു, ഞാൻ സീരിയലിന് പറ്റിയ ഒരു കഥയ്ക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുക. യാതൊരു കഥയില്ലാത്ത നിങ്ങൾ ഇനി എന്തോ കഥ എഴുതാനാ? നമ്മൾ തമ്മിലുള്ള വഴക്കിനെ കുറിച്ചൊരു സീരിയൽ അങ്ങ് എഴുതിയാലോ? വഴക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണിക്കരേട്ടൻ ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മൾ തമ്മിൽ കഴിഞ്ഞ ആഴ്ച വഴക്കിട്ട് പണിക്കരേട്ടൻ എന്നോട് ഒരാഴ്ച മിണ്ടാതിരുന്നില്ലേ? എനിക്ക് എന്തോരം മനപ്രയാസം അറിയോ? എനിക്ക് ഇന്നല്ലേ മനപ്രയാസം തുടങ്ങിയത്. ഇന്നല്ലേ നീ എന്നോട് മിണ്ടാൻ തുടങ്ങിയത്. പണിക്കരേട്ടൻ പോയി അവിടുന്ന്. പണിക്കരേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്ത്? പണിക്കരേട്ടൻ എന്നെക്കാളും 10 വയസ്സ് മൂത്തതാണെന്ന്. എന്നിട്ട് ഞാൻ പണിക്കരേട്ടനെ കെട്ടിയില്ലേ? അത് നീ എന്റെ സൗന്ദര്യം കണ്ടായിരിക്കും കെട്ടിയത്. അയ്യടാ, അതൊന്നും കൊണ്ടല്ല, പിന്നെ എന്റെ നിവർത്തികേട് കൊണ്ടാ. എന്റെ കമലു അല്ല പണിക്കരേട്ടാ, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. പണിക്കരേട്ടൻ എന്നെ കാണുമ്പോ അപ്പൊ കണ്ണാടി എടുത്ത് വെക്കും. അതെന്താ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? തലവേദന വരുന്ന സമയത്ത് കണ്ണട എടുത്ത് വെക്കണമെന്ന്. അതല്ലേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാൻ കണ്ണട എടുത്ത് വെക്കുന്നത്. എന്നെ കയ്യിരിക്കുന്ന പോലെ കിട്ടും കേട്ടോ. അതൊക്കെ ഇരിക്കട്ടെ. പണിക്കരേട്ടൻ ഇവിടെ ഇങ്ങനെ ചോറിയും കുത്തിയിരിക്കാതെ എനിക്ക് കുറച്ച് കാശിങ് തന്നെ. അടുത്ത ആഴ്ച ഞങ്ങളുടെ ക്ലബിലെ ആനിവേഴ്സറിയാ. അവിടെ ഡോഗ് ഷോയും ഫ്ലവർ ഷോയും എല്ലാം ഞങ്ങളാ നടത്തുന്നത്. എടി കമലു, നിങ്ങളുടെ ക്ലബിന് ഈ ഫ്ലവർ ഷോയും ഡോഗ് ഷോയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല മലയാള മണ്ണിന്റെ ഗന്ധമുള്ള എന്തെങ്കിലും കലാരൂപങ്ങൾ നടത്തിക്കൂടെ? എന്റെ പണിക്കരേട്ടാ, മണ്ണിന്റെ ഗന്ധമുള്ള പരിപാടികൾ ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ക്ലേ മോഡലിംഗ്. അതിനുവേണ്ടി ചെളി അന്വേഷിച്ച് എവിടേക്കാ ഞങ്ങൾ പോയെന്നറിയാമോ? എന്തിനാണ് ഈ ചെളി അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കുന്നത്? ആവശ്യത്തിനുള്ള ചെളി നിന്റെ തലേ തന്നെ ഉണ്ടല്ലോ. ഹലോ, ഹായ് മിസ്സസ് ജോർജ്, എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലബിന്റെ ആനിവേഴ്സറിക്ക് എല്ലാം റെഡി ആയോ? ഓക്കെ ഓക്കെ, ഞാൻ ഡോഗ് ഷോയ്ക്ക് വേണ്ടി ഒരു 10,000 റുപ്പീസ് തരുന്നുണ്ട്. അയ്യോ അയ്യോ, എന്റെ ഹസ്ബൻഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒളിച്ചോടിപ്പോയോ? ആരുടെ കൂടെ? അയ്യോ, എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? പോലീസും വന്നോ? ഓ ഗോഡ്, ആണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. പിന്നെ പട്ടി വിളിക്കും. പണിക്കരേട്ടൻ അറിഞ്ഞോ? നമ്മുടെ ക്ലാര ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് ജോലി ചെയ്യുന്ന വേലക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അയ്യോ, ഞാനൊരു ത്രെഡ് അന്വേഷിച്ചിരിക്കുക. ഓ ത്രെഡ്, ഇത് കേക്ക്. ഈ ക്ലാര എന്ന് പറഞ്ഞവൾ ആരാണെന്ന് പണിക്കരേട്ടൻ അറിയാമോ? ഈ ക്ലാരയ്ക്ക് മുമ്പേ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അയാൾ പോലീസുകാരനായിരുന്നു. അയാളുടെ ഇടിയും തൊഴിയും സഹിക്ക വയ്യാതെയാണ് ഇയാളുടെ കൂടെ ഇപ്പൊ ഓടി വന്നത്. ഈ ക്ലാരയുടെ അനിയത്തി ഉണ്ടല്ലോ, ക്ലാരയുടെ അനിയത്തി വൺസ് ഡൈവേഴ്സ്ഡ് ആണ്. ഈ ഡൈവേഴ്സ് ചെയ്ത ആളെ മാറ്റിയിട്ട് വേറൊരുത്തിന്റെ കൂടെ ഓടിപ്പോയി. ക്ലാരയുടെ അനിയത്തി ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ ആ ബന്ധത്തിൽ അവർക്ക് 2 കുട്ടികളുണ്ട്. ആദ്യത്തെ ബന്ധത്തിൽ. ഇപ്പോഴത്തെ ബന്ധത്തില് ഒരാണും ഒരു പെണ്ണും. ഈ ക്ലാരയ്ക്ക് ഉണ്ടല്ലോ 2 ആൺകുട്ടികളാണ്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ 2 കുട്ടികളും അപ്പുറത്തെ 2 കുട്ടികളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരേ സ്കൂളിൽ നിന്ന് മാത്രമല്ല, ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ഡിവിഷനിൽ ഒരേ ബെഞ്ചിൽ ഇരുന്നാ പഠിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താന്ന് വെച്ചാൽ, ഈ ക്ലാരയുടെ അനിയത്തി ഉണ്ടല്ലോ, ഒളിച്ചോടി പോയില്ലേ, അവൾ ഇനിയും ഡൈവേഴ്സിന് പോവാന്ന്. എന്ത് പറ്റി? കിട്ടിപ്പോയി. എന്തോന്ന് കിട്ടി? എന്റെ പുതിയ സീരിയലിന് നല്ല കഥ കിട്ടിപ്പോയി. ഇതല്ലേ ഉഗ്രൻ ത്രെഡ്. എന്ത് കഥ? എടി, ഇത്രയും അവിഹിത ബന്ധങ്ങൾ പോരെ നമുക്കൊരു സീരിയലിന് കഥ എഴുതാൻ? അയ്യേ, ഇത്തരം കഥകളൊക്കെ ആരെങ്കിലും സീരിയലാക്കുവോ? എടി, ഇത്തരം അവിഹിത ബന്ധങ്ങളുടെ കഥകൾ വെച്ചല്ലേ നമ്മുടെ സീരിയലുകാരും നമ്മുടെ നാടകക്കാരും ഒക്കെ കഞ്ഞു കുടിച്ചു പോകുന്നത്. സഹൃദയരെ, കായംകുളം കാലുവാരി തിയേറ്റേഴ്സിന്റെ അന്ത്യപ്രണാമം അർപ്പിച്ചുകൊള്ളട്ടെ. ഈ നാടകത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. നാടകരചന എ തങ്കയ്യൻ, ഗാനങ്ങൾ ബി തങ്കയ്യൻ, സംഗീതം സി തങ്കയ്യൻ, പശ്ചാത്തല സംഗീതം ഡി തങ്കയ്യൻ, പാടിയത് ഇ തങ്കയ്യൻ ആൻഡ് എഫ് തങ്കയ്യൻ, രംഗപടം ആർട്ടിസ്റ്റ് ജി തങ്കയ്യൻ, രംഗം ഒരുക്കുന്നത് എച്ച് തങ്കയ്യൻ ആൻഡ് ഐ തങ്കയ്യൻ, നിർമ്മാണ നിർവഹണം ജെ തങ്കയ്യൻ, സംവിധാനം കെ തങ്കയ്യൻ. ഒരു സന്തോഷ വാർത്ത കൂടി. ജൂൺ ആദ്യവാരം മുതൽ ഞങ്ങൾ അവതരിപ്പിച്ചു വരുന്ന ഏറ്റവും പുതിയ നാടകം 3 പ്രിയമുള്ളവരെ, നിങ്ങളുടെ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. രാഘവേട്ട, ഹണീബി വിളിക്കുന്നു.
3, 4, 5, 6. എന്നെ വിളിച്ചു അല്ല വിളിച്ചു. നീ അറിഞ്ഞോ മകന്റെ ലീല ഡ്രസ്? ലീല അഡ്രസ്സോ? അതെ, ലീലാവിലാസം. അവരിവിടുത്തെ അടിച്ചു തളിക്കാരി ജാനുവിന്റെ മകളുമായി പ്രേമത്തിലാണ് പോലും, പ്രേമത്തിൽ. എന്റെ ഭാരദേവതകളെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ജാനുവിന്റെ ഭർത്താവ് കുട്ടപ്പൻ, അയാൾ അറിഞ്ഞാൽ കുട്ടപ്പൻ ഒരു കേടിയാണ്. എന്താ നിനക്ക് കേടികളെ പേടിയാണോ? അതെ. പിന്നെ കേറി പോടിയകത്ത് നിൽക്കവിടെ. ഇനി പോക്കോളൂ. കുടിക്കാൻ എന്തെങ്കിലും? കൂൾ ഡ്രിങ്ക്സ് മതി. നല്ല ചൂട് വേണം, പറഞ്ഞേക്കാം. മകന്റെ ഈ പ്രേമത്തിന്റെ കാര്യം പരമശിവൻ നാടൻ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇന്ന് മകന്റെ പ്രേമം നാട്ടിൽ പാട്ടാണ്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. കുടുംബത്തിന്റെ മാനം കെടുത്തിയ രോഗി എവിടെ അവൻ? മോനിത പറഞ്ഞു. അയ്യോ വേണ്ട, വിടറി എന്നെ. ഇവനെ ഞാൻ വിടറി എന്നെ. മച്ചി വിട്. ഞാനിന്നൊരു പാഠം പഠിപ്പിക്കുവനെ. നിനക്കെന്താ ജാനുവിന്റെ മകളുമായിട്ട്? ഞങ്ങൾ പ്രേമത്തിലാണ്. ഇല്ല, ഞാനിത് പൊറുക്കില്ല. പൊറുക്കും. ഈ മരുന്നിട്ടാ മതി. എത്ര വലിയ മുറിവായാലും ഒരൊറ്റ ആഴ്ച കൊണ്ട് പൊറുക്കും. കേറി പോടാകത്ത്. മാപ്പച്ചാ, മാപ്പ്. എനിക്ക് മാപ്പ് തരൂ അച്ഛാ. ഇതാ മോനെ മാപ്പ്. കീറത് ഉപയോഗം ചെയ്യും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിന്റെ ചേട്ടൻ അവനെ കണ്ടുപിടിക്ക്. സാബു, മൂത്തമൻ എന്ന അമേരിക്കയിൽ നിന്ന് വരുന്നത് ഈ വരുന്ന റബ്ബറരി മാസത്തിലല്ലേ? മോൻ ചിങ്ങത്തിലേ വരൂ. എന്തോന്ന്? മോൻ ചിങ്ങത്തിലേ വരൂന്ന് എന്നെ കൂടെ പറഞ്ഞു തെറ്റിക്കുന്നു. എന്തൊക്കെയായാലും അവളെ മറക്കാൻ എനിക്കാവില്ല അച്ഛാ. നമ്മുടെ പ്രേമത്തിന്റെ വില അച്ഛൻ അറിയില്ല. എത്രയാ മോനെ വില? കിലോയ്ക്ക് 14 രൂപ 60 പൈസ. ഇല്ല, ഈ പ്രേമം ഞാൻ തകർക്കും. ഇല്ല. അയ്യോ അയ്യോ, കുട്ടപ്പൻ. കുട്ടപ്പൻ അല്ലേ? അതെ, കുട്ടപ്പൻ തന്നെ. ഇറങ്ങടാ പുറത്ത്. ഇല്ലെങ്കിൽ നിന്റെ തടി കേടാകും. ഇല്ല, എന്റെ തടി കേടാകാതിരിക്കാൻ ഞാൻ തടിയിൽ വാർണിഷ് അടിച്ചിട്ടുണ്ട്. നീ എന്തിനൂടെ വന്നു? എന്റെ മകളെ കൊണ്ടുവനെ കെട്ടിക്കാൻ. മോളെ ഹനീബേ, മകളെ, ഇതാണ് നിന്റെ അമ്മാവൻ. കാലി വാരി താഴെയിട്ട് അനുഗ്രഹം വാങ്ങൂ. നോ, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. കാരണം അത് ഇവളെന്റെ മകളാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. അത് എനിക്കും ഇവളുടെ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എന്നെ ഇങ്ങനെ കരയിക്കരുത് ഈശ്വര. അപ്പോ എന്റെ ഈ കല്യാണം നടക്കില്ലേ? നടക്കും. നീയോ? പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ആണുങ്ങൾക്ക് എന്ത് കാര്യം? ഈ കല്യാണം ഞാൻ നടത്തും. ഡേ, ഇവളെന്റെ മകളാണ്. ഇവനെന്റെ മകനും. ഇവൻ നിങ്ങളുടെ മകനല്ല. എന്ന് വെച്ചാൽ എനിക്കും ഇവളുടെ അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യം. എന്താ ദൈവമേ. വരൂ, നമുക്ക് പോകാം. അതെ, എടി, ഇത്രയും അവിഹിത ബന്ധങ്ങൾ പോരെ നമുക്കൊരു സീരിയലിന്റെ കഥ എഴുതാൻ? അയ്യേ, ഇത്തരം കഥകളൊക്കെ ആരെങ്കിലും സീരിയലാക്കുവോ? എടി, ഇത്തരം അവിഹിത ബന്ധങ്ങളുടെ കഥകൾ വെച്ചല്ലേ നമ്മുടെ സീരിയലുകാരും നമ്മുടെ നാടകക്കാരും ഒക്കെ കഞ്ഞു കുടിച്ചു പോകുന്നത്.